സൗത്ത് ഇന്ത്യൻ ശൈവിസം എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് ഇത് പ്രശസ്തമായിട്ടുണ്ട് എങ്കിലും വാസ്തവത്തിൽ ഇത് സൗത്ത് ഇന്ത്യയെ മാത്രമല്ല, ഇത് കാശ്മീര ദേശത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാഡദേശത്തിൽ, ഗുജറാത്ത് മുതൽ ബംഗാളിലെ റാർഹ് വരെയുള്ള സ്ഥലങ്ങളുണ്ട്. ലാഡദേശത്തിൽ ഈ ശൈവസത്തിന് ഒരുപാട് സോഴ്സുകൾ കാണുന്നുണ്ട്. മധ്യപ്രദേശിൽ കാണുന്നുണ്ട്. ഇന്ന് പഴയ കന്യാകുബ്ജത്തിൽ ഒക്കെ ഇതിനെക്കുറിച്ച് അറിയാം. കാരണം മുഖാരി ഡൈനാസ്റ്റിയിലും അതുപോലെ തന്നെ വരദ ഡൈനാസ്റ്റിയിലുമൊക്കെ ഇതിൻ്റെ ഒരു സോഴ്സ് കാണാം, ചിഹ്നങ്ങൾ കാണാം അവരുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ. അപ്പം പ്രധാനമായിട്ടും അവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ കന്യാകുബ്ജം എന്ന് പറയുന്നത് ഇന്നത്തെ കനൂജാണ് യു പിയിലെ. അപ്പം യു പി പ്രദേശത്ത്, മധ്യപ്രദേശിൽ, കാശ്മീര ദേശത്ത്, ഇപ്പോൾ ഗുജറാത്ത് ദേശത്ത് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആന്ധ്രാപ്രദേശത്തിൽ, തെലുങ്കാനയിൽ, തെലുങ്ക് ദേശത്തിൽ, പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ സോഴ്സായിട്ട് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ശൈവിസം. ഇതിന് പറയാൻ കാരണം തന്നെ തമിഴ്നാട്ടിൽ വല്ലാണ്ട് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ശ്രീലങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്, സിംഗള ദേശത്ത്. പിന്നീട് ഈ സിദ്ധാന്ത ശൈവിസമാണ് തന്ത്രയാനവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ട്, യാനം എന്ന് പറയുമ്പോൾ ആലോചിച്ചോണം ബുദ്ധമതത്തിൻ്റെ ഒരു ഇതുണ്ടെന്ന്. യാനം, മഹായാനം, വജ്രയാനം, ഹീനയാനം, തന്ത്രയാനം എന്നൊക്കെ പറയുമ്പം യാനം എന്ന് പറയുന്ന വേർഡ് വരുമ്പോൾ തന്നെ ആലോചിച്ചോണം അവിടെ ഒരു ബുദ്ധമതത്തിൻ്റെ ഇൻഫ്ലുവൻസ് വന്നു. അപ്പം പഴയ സിദ്ധാന്ത ശൈവിസം ആയിട്ടുള്ള താന്ത്രിക പാരമ്പര്യം പിന്നെ ബുദ്ധമതത്തോടൊപ്പം ചേർന്നിട്ട് തന്ത്രയാനം എന്ന് പറയുന്ന വഴിയിലൂടെ ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്തോനേഷ്യ, വിയറ്റ്നാം, ബാലി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലും ഈ സിദ്ധാന്ത ശൈവിസം ബുദ്ധമതവുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട് ഇന്നും. നമ്മൾ മഹാദേവനെ അല്ലെങ്കിൽ ശിവഭഗവാനെ പ്രധാന മൂർത്തിയായിട്ട് സിദ്ധാന്ത ശൈവസത്തിൽ കാണുമ്പം അവർ അതിനെ ഈ തന്ത്രയാനത്തിൽ പെടുന്ന ഒരു ശിവബുദ്ധ എന്നാണ് പറയുന്നത്. ശിവബുദ്ധനായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞാണ് അവർ അത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഈ മോഡേൺ സ്പിരിച്വൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സിദ്ധാന്ത ശൈവ ചർച്ച് ഉണ്ട്. അതായത് ചർച്ചെന്ന് പൊതുവേ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വേറെ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഇതല്ലേ. പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ടൊരു സിദ്ധാന്ത ശൈവ ചർച്ച് ഉണ്ടായിട്ടുള്ളത് അമേരിക്കയിലാണ്. അതുപോലെ സിദ്ധാന്ത ശൈവ ചർച്ച് മൂവ്മെൻ്റ് എന്നൊക്കെ പറയും, ഫോറിനേഴ്സ് തന്നെ ചെയ്തിട്ടുള്ളതാണത്. വാസ്തവത്തിൽ ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് സിദ്ധാന്ത ശൈവിസം എത്രത്തോളം സ്പ്രെഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്നും എത്രത്തോളം സ്പ്രെഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. വളരെ വിശാലമായിട്ട് ഒട്ടുമിക്ക സംസ്കാരങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ സിദ്ധാന്ത ശൈവസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ധാരാളമായിട്ട് ഉണ്ട് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ ആചാര്യന്മാരെക്കുറിച്ചും ഇതിൻ്റെ ബുക്സിനെ കുറിച്ചും ഇതിൻ്റെ റെഫറൻസായിട്ട് ഞാൻ എടുത്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫിലോസഫിക്കലായിട്ടും സ്പിരിച്വലായിട്ടുള്ള തലത്തിലേക്ക് നോക്കാം.